വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് അധികം പണിയുള്ളൊരു ദിവസമാണ് കേട്ടോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കിച്ചണിൽ കിടന്ന് മലമറയ്ക്കുക എന്നുള്ളതല്ല, അതല്ലാതെ എനിക്ക് പുറത്ത് കുറച്ച് ഒരുപാട് കാര്യങ്ങളുള്ളൊരു ദിവസമാണെന്ന്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 7 മണി ഞാനൊരു 6 മണി ഒക്കെ ആകുമ്പോഴേക്ക് ഉണരും. പക്ഷേ ആ ബെഡിൽ നിന്ന് അങ്ങോട്ട് എണീറ്റ് ഇങ്ങോട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. പ്രത്യേകിച്ച് എനിക്ക് ഈ തൈറോയിഡിൻ്റെ മെഡിസിനൊക്കെ കഴിക്കുന്നതുകൊണ്ടൊക്കെ എനിക്ക് രാവിലത്തെ ടൈമിൽ എഴുന്ന് പൊന്തി വരാനുള്ള ടൈം എടുക്കും. ഉണരും ഞാൻ, പക്ഷേ ആ ബെഡ് മുതൽ ഇങ്ങോട്ട് പൊന്തി ഇങ്ങോട്ട് സ്റ്റഡി ആയിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ പോരാത്തിന് ഞാൻ പുലർച്ചെ ആകുമ്പോൾ തന്നെ തൈറോയിഡിന് മെഡിസിൻ കഴിക്കും കേട്ടോ. അതായത് ഇങ്ങനെ എങ്ങാനും ഒരു ഉണരേ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനൊക്കെ ആയിട്ട് വാഷ്റൂമിലേക്ക് എണീക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആ ടൈമിൽ തന്നെ എടുത്ത് വേഗം തൈറോയിഡിന് മെഡിസിൻ കഴിക്കും. അതായത് ഈ ഒരു 4 മണിക്ക് ശേഷം ഉണരുകയാണെങ്കിൽ മാത്രം, അതിന് മുമ്പ് ഉണരാണെന്ന് എടുത്ത് കഴിക്കില്ല കേട്ടോ. 4 മണിക്ക് ശേഷം ഉണരാണെങ്കിൽ മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു മെഡിസിൻ്റെയൊക്കെ ആയിരിക്കും, ഞാൻ വെച്ച് കഴിഞ്ഞാൽ 100-ൻ്റെ മെഡിസിൻ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് രാവിലെ എണീക്കാനായിട്ട് കുറച്ച് ഇതാണ്. ഉണരെങ്കിലും എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എണീറ്റ് രാവിലേക്ക് കിടുവിന് കൊടുത്തയക്കാനുള്ള ക്യാബേജ് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എണീറ്റ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അമ്മ എണീറ്റ് വന്നത്. അപ്പോൾ ഞാൻ കിച്ചണൊക്കെ ഇന്നലെ തന്നെ തലേനെ തന്നെ ഞാൻ നൈറ്റിൽ ക്ലീൻ ആക്കിയിട്ടാണ് പോയി കിടന്നിട്ടുണ്ടായിരുന്നത്. കൊണ്ട് കിച്ചണിൽ വേറെ ഒന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വരിക, കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കുക, അതുപോലെ തന്നെ ചോറ് അടുപ്പത്ത് ഊറ്റാണെങ്കിൽ അതൊക്കെ വയ്ക്കുക, അല്ലെങ്കിൽ മറ്റെന്താണ് ഉപ്പേരിക്ക് ഉണ്ടാക്കുക, കറി വയ്ക്കുക അങ്ങനത്തെ. പിന്നെ ചായക്ക് ഉണ്ടാക്കാനായിട്ട് ദോശമാവ് ഓൾറെഡി ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു പണി ഉണ്ടായിരുന്നില്ല. ചട്നി അരയ്ക്കാവുന്ന പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കിച്ചണിലുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും കണ്ടു മടുത്തില്ല. എനിക്കിഷ്ടമാണെങ്കിലും ഞാൻ നിങ്ങളെ കൂടി ഇടയ്ക്ക് പരിഗണിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഫുള്ളി കിച്ചണിലത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കിടുവിൻ്റെ ബർത്ത്ഡേയുടെ അന്നായിരിക്കും നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നുണ്ടായിരിക്കുക. കിടുവിൻ്റെ ബർത്ത്ഡേയുടെ തലേദിവസം എടുത്ത വീഡിയോ ഉണ്ട് ഞാനത്. അപ്പോൾ കിടുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവന് ഡ്രസ്സ് എടുക്കാനുണ്ട്, അവന് സ്കൂളിലേക്ക് വേണ്ടി കുറച്ച് സാധനം മേടിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ 2 ദിവസം മുന്നേ തന്നെ എല്ലാം ചെയ്ത് സെറ്റാക്കി വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എങ്ങനെ പോയാലും അത് ആ തലേദിവസം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് എപ്പോഴും എന്ത് കാര്യത്തിലും ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ തലേദിവസം അവിടെ അമ്മമാരുടെ പഴഞ്ചൊല്ല് പറയാൻ ചെയ്യും, നമ്മൾ ഈ തൂറാൻ നേരത്തെ പറമ്പരയാന്ന് പറയില്ലേ, ആ പഴഞ്ചൊല്ലാണ് ഇവിടെ ഏറ്റവും സ്യൂട്ടാവുന്നത്. കാരണം ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ആ ലാസ്റ്റ് മിനിറ്റാണ് ഞങ്ങളെല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങളുടെ കൂടെ തന്നെ അവൻ്റെ ഡ്രസ്സ് എടുക്കില്ല, അവന് സ്കൂളിലേക്ക് വേണ്ട സാധനം മേടിക്കില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അവൻ്റെ ഹെയർ കട്ട് ചെയ്യൽ, പിന്നെ അവന് കുറച്ച് ഫോട്ടോസ് എടുക്കൽ, വീഡിയോസ് എടുക്കൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പെൻഡിങ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് നാക്കെടുക്കലല്ല, 36 രാവിലെ തന്നെ ചിരിഞ്ഞിക്കൊണ്ട് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവൻ രാവിലെ ഇങ്ങനെ സപ്പോസ് ഇനി രാവിലെ എങ്ങനെ അവന് ഉണരുകയാണെങ്കിൽ 36 അമ്മ വാ കൂടെ കിടക്കാൻ വാ, അമ്മ ഉറങ്ങാൻ വാ എന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അവനെങ്ങാനും രാവിലെ ഉണരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങാനായിട്ട് അവന് വേണം. അവൻ രാത്രി ഉറങ്ങുന്നത് എൻ്റെ അടുത്തായിരിക്കും. ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇവിടെ 4 ആൾ കൂടി നമുക്ക് ഈ ബെഡിൽ കിടക്കാൻ പറ്റില്ല. പിന്നെ കിടക്കാൻ പറ്റായികയല്ല, പക്ഷേ ഏട്ടന് ഭയങ്കര പേടിയാണ് പിള്ളേരെ ഇങ്ങനെ അടുത്തിങ്ങനെ കിടത്തുമ്പോൾ ഏട്ടൻ്റെ കൈ തട്ടുമോ. ഏട്ടന് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഏട്ടൻ ഇങ്ങനെ ചുമരിൻ്റെ മുക്കിലേക്ക് പോയിട്ട് ഇടം കിടക്കും. കാരണം ഏട്ടൻ്റെ കൈ തട്ടിയിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റാണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേദനിക്കോ, അല്ലെങ്കിൽ കിടക്കാൻ പറ്റാണ്ടിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷനാണ് ഏട്ടൻ. അപ്പോൾ 4 ആൾ കൂടി ഇവിടെ കിടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഏട്ടൻ വന്നു കഴിഞ്ഞാലാണ് ഞാൻ കിടുവിനെ എടുത്തിട്ട് അമ്മയുടെ റൂമിലേക്ക് കിടത്താട്ടോ. അപ്പോൾ അതുവരെയും കിടു എൻ്റെ കൂടെ തന്നെ ആയിരിക്കും കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കുക. ഇപ്പോഴും എൻ്റെ മക്കൾ 2 ആളും എൻ്റെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. 2 ആളോടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം അതേ കൂർക്കാൻ വിളിക്കുന്നത് പറഞ്ഞപ്പോഴേക്കും അവൻ രാവിലെ തന്നെ അവൻ ചിണുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് കിടു ഒരു മിനിറ്റ് അമ്മ നന്നാക്കട്ടെ, ഉണ്ണിക്ക് സ്കൂളിൽ കൊണ്ടുപോകേണ്ടതല്ലേ, അതൊക്കെ ശരിയാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നിർത്തുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല കേട്ടോ. അവൻ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കിടക്കണം അവൻ്റെ അടുത്ത്, അവൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങണം എന്ന് അവന് വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ വാശിമ്പോൾ തന്നെ നിൽക്കും. അപ്പോൾ ഞാൻ ഇനി വാശി പിടിച്ച് നിൽക്കാൻ ടൈമിൽ, കാരണം ഓൾറെഡി ഞാൻ 7 മണിക്കാണ് എണീറ്റത്. അപ്പോൾ അവൻ എണീറ്റ് വരുമ്പോൾ തന്നെ 7:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയമില്ല. കിടുവിന് 9:05 ആകുമ്പോൾ അവന് ബസ് വരും, അല്ലെങ്കിൽ 9:15 ആകുമ്പോഴേക്കും ബസ് വരും.
അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഉപ്പേരി ആക്കണം, ഇതൊക്കെ ആക്കണം. അപ്പോൾ നമുക്ക് വെറുതെ അവൻ്റെ വാശിക്ക് നിൽക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം അവനെടുത്ത് തോളിലിട്ടു. അപ്പോൾ പിന്നെ അവനെടുത്തുകൊണ്ടാണ് കേട്ടോ പിന്നെ ബാക്കി പണികളൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവനെടുത്ത് ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ മുപ്പത്തേര് ഞാൻ എന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഇരുന്നോളും. അപ്പോൾ എന്നെ വാശിയുള്ള ദിവസമാണെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ ദിവസം കുഴപ്പമൊന്നുമില്ല. അവർ രാവിലെ എണീറ്റ് ചിലപ്പോൾ 2-3 ചെടുങ്ങളൊക്കെ ചെണുങ്ങിയിട്ട് പിന്നെ മുപ്പത്തേരെ പോയി ടി വി കണ്ടോളൂ കേട്ടോ. അല്ലെങ്കിൽ അപ്പോൾ ഞാനും മുറ്റത്തേക്ക് വരണോ, അമ്മയുടെ കൂടെ മുറ്റത്തേക്ക് വരണോ, അമ്മയുടെ കൂടെ അവിടേക്ക് വരണോ എന്ന് വെച്ച് എൻ്റെ പിന്നാലെ പോകുന്നോളൂ. അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്ന ദിവസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഞാൻ എടുക്കന്നെ വേണം, എടുത്തുകൊണ്ട് തന്നെ ബാക്കി പണികൾ ചെയ്യേണ്ടി വരും. പിന്നെ എല്ലാം സെറ്റായതിന് ശേഷമാണ് അവനെ അടുത്തിരുത്തി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളകൊക്കെ ഉപ്പേരിക്കുള്ള പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് അതും അവനെടുത്തിട്ട് ഞാൻ അരിയണത്. ഇതെല്ലാ അമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഈ മക്കൾ വാശി പിടിക്കുമ്പോൾ അവരെടുത്തുകൊണ്ടുള്ള ഈ അടുക്കളപ്പണി. അപ്പോൾ അവർക്ക് വയ്യാണ്ടായാലും അതൊക്കെ ഇടൂനും ഉമ്മൾക്കും എപ്പോഴും അവർക്ക് വയ്യാണ്ടാകുമ്പോൾ അവർക്ക് ഒരുമിച്ചാണ് വയ്യാണ്ടാവുക. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഒരാളെടുത്ത് നിലത്ത് വയ്ക്കുമ്പോഴേക്കും അടുത്ത ആൾ വരും, അടുത്ത ആളെടുത്ത് നിലത്ത് വയ്ക്കുമ്പോഴേക്കും അടുത്ത ആൾ വരും. അപ്പോൾ എനിക്ക് അവർ രണ്ടാളേൻ്റെ അപ്പുറത്തും ഇപ്പുറത്തേക്കും കൈമിട്ടിട്ട് കട്ടുമ്പോൾ കിടന്ന് ഉറങ്ങുക എന്നുള്ളത് മാത്രമാണ് എനിക്കൊരു സൊല്യൂഷനുള്ളൂ. അതല്ലാതെ അവരെടുത്ത് നടക്കൽ ഭയങ്കര ടാസ്ക് ആയിരിക്കും കേട്ടോ. കാരണം ഇവർക്ക് എപ്പോഴും അവിടെ കരച്ചിലാണ് കേസ്. ഇവർക്ക് എപ്പോഴും എന്തെങ്കിലും വയ്യായി വരുമ്പോൾ ഒരുമിച്ചാണ് വരിക. എനിക്ക് ഒരുപാട് തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം തുടങ്ങിയിട്ട് വീട്ടിൽ ഒരു പണി പോലും ചെയ്യാതെ ഞാൻ രണ്ടുപേരെ അപ്പുറത്തും കയ്യിലിട്ട് ഉറക്കിയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്ക് വേറെ നിവർത്തിയില്ല. കാരണം അവർക്ക് പനിയാണ്, അവർ കുഞ്ഞു മക്കളാണ്. അപ്പോൾ അവർക്ക് വാശി പിടിക്കുമ്പോൾ എനിക്ക് രണ്ടാളെയും രണ്ട് കയ്യിലെടുത്ത് നടക്കാൻ പറ്റില്ലല്ലോ. കാരണം അവർ ഒന്നാമത് പനിക്കും കൂടി ആകുമ്പോൾ അവരുടെ ബോഡി ഒന്നും കൂടി വീക്കാവും. അപ്പോൾ അവർ ഒന്നും കൂടി തളർന്ന പോലെയാവും. അപ്പോൾ എനിക്ക് എങ്ങനെ പോലെ രണ്ടാളും കൂടി ഒരുമിച്ച് എൻ്റെ രണ്ട് കയ്യിലിട്ടിട്ട് എടുത്ത് നടക്കാൻ പറ്റില്ല. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ എടുത്ത് നടക്കാറുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടാളും ഞാൻ രണ്ട് തോളിൽ വെച്ചുകൊണ്ട് നടക്കാറുണ്ട്. പക്ഷേ ഒന്നുകൂടി വയ്യാണ്ടാകുമ്പോൾ ഞാനും കൂടി ടയർഡായിപ്പോൾ. അപ്പോൾ ഞാൻ ഒരു പണിയും ചെയ്യാതെ ഞാൻ രാവിലെ തൊട്ട് ഉച്ച വരെ ഞാൻ അവരുടെ അടുത്ത് എൻ്റെ രണ്ട് കയ്യിൽ അവരപ്പുറത്ത് അവരെ ഞാൻ കിടത്തി ഉറക്കി ഞാൻ കട്ടുമ്പോൾ കിടന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ അമ്മയുള്ളത് കൊണ്ടാണ് അങ്ങനെ അവർക്ക് തന്നെ വയ്യാണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. നേരെ മറിച്ച് അമ്മയില്ലാത്ത സിറ്റുവേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെടാപ്പാട് പെടും ഗൈസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജോട് നോക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ക്യാരറ്റ് പീസ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്യാബേജിൻ്റെ കൂടെ ആ ക്യാരറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തേക്കാം, എന്ന് വെറുതെ ക്യാബേജ് മാത്രം ആക്കണ്ടല്ലോ. അപ്പോൾ ഞാനത് പീൽ ചെയ്തതിന് ശേഷം ഞാൻ ആ സാധനം കിടൂന്നിൽ എടുത്ത് കൊടുത്തു കേട്ടോ. കാരണം അവൻ്റെ മൈൻഡ് ഞാൻ ഡൈവേർട്ട് ചെയ്തു. കാരണം അവന് കരയണം എന്നുള്ള ചിന്ത വരാതിരിക്കാൻ വേണ്ടി ഞാൻ വേഗം ആ സാധനം എടുത്ത് അവൻ്റെ കയ്യിലെടുത്ത് കൊടുത്തു. പിന്നെ അവൻ കുറച്ച് നേരം അതുമ്പോൾ തിരിപ്പിടിച്ചിരുന്നോളും. പിന്നെ നമുക്ക് കുറച്ച് നേരത്തേക്ക് വലിയ ബുദ്ധിമുട്ടും ഇതൊന്നും ഉണ്ടായിരിക്കില്ല. അവൻ അതിൻ്റെ പഠനത്തിലായിരിക്കും. ഇതെങ്ങനെയാണ്, എന്തിനാണ് ഇപ്പം അമ്മ ഉപയോഗിച്ചത്, ഇതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള പഠനത്തിലായിരിക്കും. അപ്പോൾ അവൻ 37 അവിടെ ഞാൻ എന്താ ചെയ്യണമെന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവൻ ഇന്നെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ അവരുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാണ് നമ്മൾ അമ്മമാരിൽ മാത്രം കണ്ടുവരുന്ന കുറേ വിദ്യകളാണ് അത്. നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുക എന്നൊക്കെ. ഇവിടെ അമ്മയുടെ നിന്നൊക്കെ നല്ല വഴക്കൊക്കെ കൊണ്ട് ഞാൻ പിള്ളേർക്ക് എടുത്ത് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ നമുക്ക് അവരെ ഇരുത്തണമെങ്കിൽ നമുക്ക് അതേ ഉള്ളൊരു മാർഗ്ഗം വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. നമുക്ക് അതന്നെ നമുക്ക് എപ്പോഴും ഏട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഒക്കെ അടുക്കളത്തെ പാത്രങ്ങളൊക്കെ എടുത്ത് പിള്ളേരെ കൈക്കെടുത്ത് കൊടുക്കും. ഞാൻ പിന്നെ അമ്മയുടെ നിന്ന് അവർക്ക് ചീത്ത വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പാത്രങ്ങളൊക്കെ പിന്നെയും അവരുടെ നിന്ന് വാങ്ങി എടുത്ത് വയ്ക്കും കേട്ടോ. പക്ഷെ എന്നാലും അവരെൻ്റെ അടുത്തൊക്കെ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പാത്രമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ കയ്യിലെടുത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഉപ്പേരി വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും കേടു അതിൻ്റെ ആ ക്യാപ്പ് അതിപ്പോൾ എങ്ങനെ വെക്കും എന്നുള്ള ശ്രമത്തിലാണ് കേട്ടോ. ആളെന്നോട് ചോദിക്കുന്നുണ്ട് അത് എങ്ങനെ വെക്കുക എന്നൊക്കെ ആളെന്നോട് ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനത് അവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ മണിക്കൂറോളം നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അത്ര ശ്രദ്ധിക്കാണ്ട് ഞാൻ എൻ്റെ പണികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഉപ്പേരി ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നു. നമ്മുടെ തലേ ദിവസത്തെ കാര്യം ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ ചോറും നമ്മൾ തലേദിവസം ഇപ്പോൾ ശാക്കര അതൊക്കെ നോമ്പായ കാരണം നമുക്ക് അങ്ങനെ ചോറിന് വലിയ ചിലവില്ലാത്തതുകൊണ്ട് നമുക്ക് തലേദിവസം ഞാൻ രാത്രി വെച്ച ചോറുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് ഊറ്റിയേ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് വലിയ കിച്ചണിലൊന്നും വലിയ പണികളൊന്നുമില്ല. പിന്നെ ദോശ ചൂടുക, ചട്നി അരയ്ക്കുക, പിന്നെ കിടുവിനെ കുളിപ്പിക്കുക, അവർക്ക് കഴിക്കാൻ കൊടുക്കുക, പിന്നെ ഉമ്മോളെ എണീപ്പിക്കുക, അവൾക്ക് കഴിക്കാൻ കൊടുക്കുക, അങ്ങനെ അവരെ സെറ്റാക്കുക, പാത്രങ്ങൾ കഴുകി വയ്ക്കുക, നേരെ ജിമ്മിലേക്ക് ഓടുക എന്നുള്ളൊരു ഇത് മാത്രമേ എനിക്കിനുള്ളൂ. എനിക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം കിടുവിനെ കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് അവനെ വേഗം കുളിപ്പിച്ച് യൂണിഫോമൊക്കെ ഇടിച്ച് സെറ്റാക്കി കേട്ടോ. ഇനി യൂണിഫോം ഇടുന്ന ചില ദിവസങ്ങളിൽ അവന് കരച്ചിലുണ്ടാവാറുണ്ട്. എനിക്ക് സ്കൂളിൽ പോകണ്ട, എനിക്ക് വീട്ടിലിരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് യൂണിഫോം ഇടുന്ന കാര്യമുള്ളൂ കേട്ടോ. യൂണിഫോം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ സെറ്റാണ്. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അവന് മനസ്സിലാവും
രക്ഷയില്ല, കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അമ്മ എന്തായാലും സ്കൂളിലേക്ക് വിടും. ഞാൻ കരയണത് വെറുതെ ആയിരുന്നു. പക്ഷേ ഇന്ന് അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ എണീറ്റ് വന്ന് എൻ്റെ ആ ഒരു കരച്ചിലുണ്ടായിരുന്നുള്ളൂ. സ്കൂളിലേക്ക് പോകാൻ മുമ്പത്തേക്ക് മടിയോ കരച്ചിലോ വാശിയോ ഒന്നും ഇന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇവനെ സ്കൂളിലേക്ക് അയച്ചിട്ട് വേണം എനിക്ക് ഉമ്മോളെ ഉണർത്താനായിട്ട്. ഉമ്മോളെ കുളിപ്പിച്ചിട്ട് ഉമ്മോൾക്ക് കഴിക്കാൻ കൊടുത്തിട്ട് വേണം എനിക്ക് ജിമ്മിന് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് ഒന്ന് കിടക്കാൻ പോലും പറ്റാത്ത രീതിക്ക് ഇങ്ങനെ അത്രയും ബിസി ലൈഫിലേക്ക് പോകുന്ന പോലെയായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഒന്നിനും ടൈം കിട്ടുന്നില്ല. എനിക്ക് ഇരിക്കാനോ എടുക്കാനോ ഒന്നും എനിക്ക് സമയം കിട്ടാത്ത ഒരു ലൈഫിലേക്ക് കടന്ന പോലെയായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത്. ഒരു ശനി ഞായറും പോലും, ശനി ഞായറാണെങ്കിലും ഈ ഉമ്മോൾക്ക് ഡാൻസ്, അങ്ങനെ എനിക്ക് ജിമ്മ്, ഡ്രൈവിങ്, പിന്നെ ഉമ്മോൾക്ക് ശനി ഞായറും ഡാൻസ് ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ ഞാൻ എൻഗേജ്ഡ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ള ടൈമില്ലാത്ത പോലെ. അപ്പോൾ ഞാൻ എന്താ ഉമ്മോൾക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് അവളെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേരെ ജിമ്മിന് പോയിട്ടോ. എനിക്ക് ജിമ്മിന് പോയിട്ട് ഞാൻ ജിമ്മിന് പോകുന്നിടത്ത ക്ലിപ്പാണ് കേട്ടോ അത്. കാരണം ഞാൻ ലേറ്റ് ആയിട്ടാണ് ജിമ്മിലേക്ക് എത്തിയത് തന്നെ. കാരണം എനിക്ക് കറക്റ്റ് ഞാൻ ടൈമിൽ ഇറങ്ങി, പക്ഷേ എനിക്ക് വണ്ടികളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ അസിക്കാണ് എന്നെ കൊണ്ടാക്കി തന്നത്. അങ്ങനെ ഞാൻ തിരിച്ചിതാ പോകുന്നപ്പോഴേക്കും ഏട്ടനും ഷാക്കിറും കൂടിയാണ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ ജിമ്മിൽ നിന്ന് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയിട്ട് ഞങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ്. അത് വഴിയെ നമ്മൾ ഈ വ്ളോഗിൽ തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അക്ഷയയിലൊക്കെ പോകണം. അക്ഷയയിൽ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്റ്റഡീസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് അന്ന് ഞാനൊരു ഡിപ്ലോമ ഇൻ MTTC പഠിച്ചപ്പോൾ ഒരുപാട് പൊങ്കാല എനിക്ക് കിട്ടി. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നുമല്ല. ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വ്ളോഗിൽ പറയാൻ പറ്റുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്ളോഗിൽ പറയും. അല്ലാത്ത വെച്ചാൽ സ്കിപ്പ് ചെയ്യും. കാരണം എല്ലാം നടന്നു കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഒരു വട്ടം പറഞ്ഞതാ കോമഡി രസമില്ല ഇപ്പൊ കേൾക്കാൻ. നാളെ നമ്മുടെ കിടുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മള് ഇപ്പൊ നമുക്ക് കിടുവിനെ കുറച്ച് ഒരു ഡ്രസ്സ് എടുക്കുക, പിന്നെ അതുപോലെ തന്നെ അതിന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുക, പിന്നെ നമ്മുടെ അവര് സ്കൂളിലേക്ക് ഈറ്റബിൾ ആയിട്ട് ഐറ്റംസ് ഒന്നും നമുക്ക് ബർത്ത്ഡേക്ക് കൊടുത്തേക്കാൻ പറ്റില്ല. ചോക്ലേറ്റ് അങ്ങനെ സാധനമൊന്നും കൊടുത്തേക്കാൻ പറ്റില്ല. അപ്പം അവിടെ പിള്ളേർക്ക് വേണ്ടിയുള്ള പുതിയൊരു ബിൽഡിംഗ് കയറ്റി കൊടുക്കുക ഗെയിം കളിച്ചിട്ട്. അല്ല, ഓഫീസ് റൂമിൽ എന്നിട്ട് സാറിനോട് ഇത് ബിൽഡിംഗ് ആയിട്ട് എത്രയാവും? അപ്പൊ തന്നെ ആട്ടം ഗെയിം കൊടുത്ത് കളിക്കുന്നത്. ഇവരെന്തി കാണിക്കുന്നത്? പോടാറുണ്ട്. ചോദിക്കണം, നിങ്ങൾക്കൊരു പണിയില്ലേ എന്നാണ് എന്റെ ചോദ്യം. കാരണം അവരിപ്പോ വെറുതെ ഇരുന്നാലും അവർക്ക് പൈസ ഇട്ടുണ്ട്. നിങ്ങൾ വെറുതെ യൂട്യൂബ് കണ്ട് നിങ്ങൾക്ക് എന്താ തേങ്ങ കിട്ടണേ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. ആൾക്കാർക്ക് ഇന്നെ കൂടി നെഗറ്റീവ് ഉണ്ടായില്ല. ഇവർക്കാണ് വരെ ട്രോളൊക്കെ. ഇവർക്ക് എയറിൽ നിൽക്കാനാണ് ഇഷ്ടം. ഞാൻ നിങ്ങൾ നമ്മളൊരു ഏകദേശം ധാരണയിൽ ഇവരിവിടെ പലത് പോയി. ഇത് വലിയ ഫാമിലിയാണ് ആക്കളെ മുണ്ടാണ്ടിരുന്നോടെ. ഇവർക്കല്ലേ നമ്മളൊരു ധാരണയിൽ പോണ ഇവര് പലതും പറഞ്ഞ് നിങ്ങളൊന്നും മൈൻഡാക്കണം. പൊന്ന അപ്പൊ നമ്മള് അപ്പൊ ക്ലാസ് പുള്ളിക്കൊണ്ട് നമുക്ക് എന്താ മേടിക്കട്ടെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് നന്ദനത്തിൽ പോയിട്ട് മേടിക്കണം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെന്താട്ടാ ഗൈസ്, നമ്മള് വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലെ, പൊന്നൂസ് വീണ്ടും സ്റ്റഡീസ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്കൂൾ ഇവിടെ അവള് 8ാം ക്ലാസ് എഴുതാൻ പോവാണ്. അത് നിങ്ങൾ അറിയാത്തൊരു സത്യമാണ്. ഞാൻ അതിന് വേണ്ടി രജിസ്റ്റർ. അതേപോലെ ഷാക്കിർ 7 പാസ്സായി. ഷാക്കിറിന്റെ മാസം പൈസ കൊടുക്കണ അതിനാണ്. കാരണം വെറുതെ നോക്കുക. അപ്പൊ ആദ്യം അക്ഷയ്ക്ക് പോയിട്ട് അതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഞാന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടുവന്നെ എടുത്തിട്ട് ഇതുവരെ കേരളത്തിലാണ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും കേട്ടോ? ഞങ്ങൾ കേട്ടിട്ടില്ല. ഒരിടം പറഞ്ഞതാട്ടോ. അതല്ല, ഞങ്ങള് പഠിക്കാൻ വേണ്ടി പോവാണ്. അതായത് മീൻസ് റിവീല് പറയാം. ഞങ്ങള് അതെന്താ പഠിക്കാൻ പറയാ. ഞാൻ ഒരുപാട് കയറി പേര് തൊട്ടിട്ട് തൊടാൻ പോകണത്. മറ്റെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പോട്ടെ. കാരണം എന്റെ പ്ലാനിങ് വേറെയാണ്. ഞങ്ങൾ മമ്മൂട്ടി പഠിക്കാൻ പോവാണ്. അല്ല, എന്റെ പ്ലാനിങ് മിണ്ടാണ്ടിക്ക്
വാച്ച് പൊട്ടിക്കും കോളേജ് പോകുമ്പോഴേ ഗുഡ് മോർണിംഗ് സാർ എഴുതേ ഷാക്കിർ പോകുമ്പോ അങ്ങനെയല്ല ചോദിക്കാ സാറെ ബെല്ലടിക്കറിയോ നോക്കി. ഞാൻ പറയട്ടെ, എന്റെ പ്ലാനിങ് വേറെയാണ്, ഇവരുടെ പ്ലാനിങ് വേറെ. ഇവർ ശരിക്കും അവർക്ക് ഇത് എന്റെ ഡിഗ്രിക്ക് പോകണം കോളേജ്. പക്ഷെ കാരണം നമ്മളത് ആസ്വദിക്കാൻ എനിക്ക് പറ്റണില്ല, കാരണം അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, അതുകൊണ്ട് നമ്മൾ എന്തായാലും പഠിക്കാൻ പോവാന്നുള്ളൊരു പ്ലാനിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഇതിനെ പറയണേ അതെന്താണ് സംഗതി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വഴിയെ പറയണ്ട്. ഓക്കെ, ഞാനിവിടുന്ന് നാട് കിടക്കാൻ പോകും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യാൻ പോവാട്ടോ. നമുക്ക് എന്തായാലും മോളെ പഠിച്ച വലിയ കുട്ടിയാണ്. ഈ രജിസ്റ്റർ ചെയ്യാനാണ് ഇപ്പൊ 4 മിനിറ്റ് സംസാരിച്ച്. അല്ല, എനിക്ക് ഇതിന് മുന്നേ വ്ളോഗ് ഉണ്ട്. ഞാൻ രാവിലെ തൊട്ട് തുടങ്ങിയാണ്. ഞാൻ രാവിലെ 7 മണിക്ക് തുടങ്ങിയാണ് വ്ളോഗ് എടുക്കല്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അക്ഷയക്ക് പോവാം. അങ്ങനെ അക്ഷയയിലത്തെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാൻ നിർത്തിയതാണ് കേട്ടോ. കാരണം കിടുവിന് എപ്പോഴും സ്കൂളിലേക്ക് അവർക്ക്, ഞാൻ പല വ്ളോഗിലും കണ്ടാണ്, ഫ്രൂട്ട്സ് ഒക്കെയാണ് അവർക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കേണ്ടത്. അവർക്കല്ലാതെ ബേക്കറി ഐറ്റംസ് കാര്യങ്ങളൊന്നും അവർക്ക് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ നിർത്തിയേക്കായിരുന്നു. പിന്നെ ഉമ്മോളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എപ്പോഴും എണ്ണ പോലെയാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കണം. കൂടുതൽ അവൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അവൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അമ്മ ഫ്രൂട്ട്സ് കഴിഞ്ഞോ, ഫ്രൂട്ട്സ് ഇല്ലെന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾ തലേദിവസം ഏട്ടനോട് പറയുന്നുണ്ട്, അച്ഛൻ ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞു അവൾ അച്ഛനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി ഫ്രൂട്ട്സ് മേടിക്കാൻ ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നേരെ കിടുവിന് സ്കൂളിൽ നിന്ന് എടുത്തിട്ട് ഞാൻ നേരെ ഡ്രൈവിംഗ് സ്കൂളിലേക്കാണ് കേട്ടോ പോയത്. ഞാൻ ഡ്രൈവിങ്ങിന് പോയി നേരെ. അപ്പോൾ അതിക്കും ഏട്ടനും പിള്ളേരൊക്കെ കൂടിയിട്ട് അവർ നേരെ കിടുവിന് ഉമ്മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രൈവിങ്ങിന് എത്തിയായിരുന്നു. പിന്നെ അവർ ഡ്രസ്സ് എടുക്കാൻ പോയതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സൊക്കെ അവിടെ അൻഷാദ് ഷാക്കറെ കൂടി എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് എൻ്റെ ബ്ലോഗിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവർ അച്ഛനും മക്കളും കൂടി തകർത്തിയായിട്ട് ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കിടുവിനും ഉമ്മോൾക്ക് രണ്ട് കൂട്ടം. ആദ്യം കിടുവിന് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ നമ്മൾ ഇന്നേ വരെ നമ്മൾ ഒരു കുട്ടിക്ക് മാത്രമായിട്ട് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ. നമുക്കത് എന്താ ഭയങ്കര വിഷമമാണ്. നമുക്ക് ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് എന്ത് ഒക്കേഷൻ വരികയാണെങ്കിലും എന്ത് കാര്യമാണ്, ഇപ്പോൾ ഉമ്മോളുടെ ബർത്ത്ഡേ വരികയാണെങ്കിലും ശരി, കിടുവിൻ്റെ ബർത്ത്ഡേ വരികയാണെങ്കിലും ശരി, ആരുടെ ബർത്ത്ഡേ വരികയാണെങ്കിലും ഞങ്ങൾ രണ്ടാൾക്കും ഡ്രസ്സ് എടുക്കും. അത് ഒരാൾക്ക് മാത്രമായിട്ട് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമാണ്. ഇത് നമ്മൾ എപ്പോഴും പെരുന്തമണ്ണ പോയിട്ടാണ് എടുക്കാറ്. പക്ഷെ ഇന്ന് പെരുന്തമണ്ണയ്ക്ക് പോകാനുള്ള ഒരു ടൈം കിട്ടിയില്ല കേട്ടോ ഞങ്ങൾക്ക്. കാരണം നാളെയാണ് അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ പെരുന്തമണ്ണയ്ക്ക് പോകാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ മഞ്ചക്കല്ല അവിടെ ഒരു ഷോപ്പ് പോകുന്നുണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് എടുത്തത്. പക്ഷെ കുഴപ്പമില്ല, നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല, അവർ എടുത്തതിൽ വെച്ചിട്ടായിരുന്നു നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ലതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് അവിടെ നിന്ന് അവർ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കിടുവിന് ഈ ഒരു സെറ്റും പിന്നെ വേറെ ഒരു ഷർട്ടും അവിടെ കിടക്കുന്നുണ്ട്. ആ ഒരു ഷർട്ടും ഒരു ജീൻസും ആണ് എടുത്തത്, ബാഗ് ജീൻസ് ആയിട്ട്. അങ്ങനെ 2 സെറ്റാണ് കേട്ടോ കിടുവിന് എടുത്തത്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മോൾക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മോൾക്ക് 2 സെറ്റ് ഇതേപോലെ അവൾക്ക് ഈ ഒരു സെറ്റും കൂടിയാണ് പിന്നെ കിടുവിന് വേറെ എടുത്തത്. അപ്പോൾ ആൾ ഹാപ്പിയാണ് കേട്ടോ. കിട ഏറ്റവും ഹാപ്പി ആയിട്ട് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അവൻ്റെ ബർത്ത്ഡേ ആണെന്ന് മാത്രമല്ല, പിള്ളേർക്ക് സ്കൂളിലേക്ക് അവൻ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കാം എന്നുള്ളത് അവരെന്നും ചോദിക്കട്ടോ. സ്കൂളിൽ ക്ലാസ്സിൽ പിള്ളേർ ബർത്ത്ഡേ ആയിട്ട് ഓരോന്ന് കൊടുക്കുമ്പോൾ ചോക്ലേറ്റ്സ് ഒന്നും അവർക്ക് പറ്റില്ല കൊടുക്കാനായിട്ട്. അവർക്ക് ഈ ബുക്ക്, പെൻസിൽ അങ്ങനെ സംഭവമൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇത് എന്നും പിള്ളേരെ കൊണ്ട് കൊടുക്കുമ്പോൾ അവനങ്ങനെ ചോദിക്കാറുണ്ട്, അമ്മ എൻ്റെ ബർത്ത്ഡേ എന്നാന്ന് ഇങ്ങനെ ചോദിക്കട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയും, കിടു മാർച്ച് 4-ാം തീയതിയാണ് ബർത്ത്ഡേ, അപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 30 ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ അതിൻ്റെ ഹാപ്പിയിലാണ് കേട്ടോ. അവന് നാളെ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേർക്ക് അവന് അങ്ങനെ പിള്ളേർക്ക് ഇങ്ങനെ കൊടുക്കാമല്ലോ. അവൻ്റെ ബർത്ത്ഡേ ആയതിൻ്റെ ഇതിൽ ചോക്ലേറ്റ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾ വേറെ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എപ്പോഴും എല്ലാ പിള്ളേരും പെൻസിൽ തന്നെയാണ് കേട്ടോ കൊടുക്കാറ്. പക്ഷേ എപ്പോഴും ഈ പെൻസിൽ കൊടുക്കുമ്പോൾ എന്താ നമുക്കിപ്പോൾ കുറേ പെൻസിൽ പോയിട്ട് എന്തിനാലേ. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് അവർക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടവും സന്തോഷവും കൗതുകമൊക്കെ തോന്നുന്ന രീതിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്നായിരുന്നു കേട്ടോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഏട്ടനോട് പറഞ്ഞു, കേട്ടാ നമുക്ക് എന്തെങ്കിലും കളർ ബുക്കോ അല്ലെങ്കിൽ കളർ പെൻസിൽ അങ്ങനെ എന്തെങ്കിലും പിള്ളേർക്ക് കൊടുക്കാം. അതാകുമ്പോൾ അവർക്കും ഇഷ്ടമായിരിക്കും, അവർക്കും ഒരു സന്തോഷമായിരിക്കും അത് കാണുമ്പോൾ. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് കളർ ബുക്സും കുറച്ച് ക്രയോൺസും ആണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അല്ലറ ചില്ലറ ഏട്ടൻ കുറേ മിഠായിയൊക്കെ വാരി വലിച്ചെടുക്കുന്നുണ്ട് ഏട്ടന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വേറെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ അത് തന്നെ എൻ്റെ മെയിൻ ലക്ഷ്യം ഈ ബുക്കും കളർ പെൻസിലും പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി മേടിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ ഫുള്ളി അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടായിരുന്നു വന്നിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ 34 പേരാണ് ഒരു ക്ലാസ്സിലുള്ളത്. അപ്പോൾ ഞാൻ 34 കളറിങ് ബുക്കും 34 ക്രയോൺസും മേടിച്ചു. പിള്ളേർക്ക് അത് ഇല്ലാത്തതൊന്നുമല്ല, പക്ഷെ എന്നാലും എപ്പോഴും ഈ പെൻസിൽ തന്നെയല്ലേ ക്ലാസ്സിൽ എല്ലാ പിള്ളേരും കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്
അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊടുത്താണ്ടോ. പിന്നെ എവിടെ പോയാലും പിള്ളേർക്ക് ടോയ്സ് മേടിക്കുന്നത് ഏട്ടന് നിർബന്ധമായതുകൊണ്ട് ഏട്ടൻ കുറച്ച് ടോയ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക്. എന്നാൽ ടോയ്സൊക്കെ കൊടുത്തതാണ് കാറിൽ കയറി പിള്ളേർ എന്തായാലും ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഏട്ടന് ചോറ് വെച്ചത് ഇഷ്ടപ്പെട്ടില്ല അത്ര. അപ്പോൾ ഏട്ടൻ എന്താ പാരമൗണ്ട് പോയിട്ട് ഫുഡ് വാങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾ കിടൂന് നാളേക്കുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ താഴത്തേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ബർത്ത്ഡേ വ്ളോഗായിട്ട് വരാം കേട്ടോ. അപ്പോൾ ബൈ.